നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. LDF സ്ഥാനാർത്ഥി പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായതായിരുന്നു. എന്താണ് അവസാനത്തെ ഒരു പ്രതീക്ഷ? 100% ജയിക്കും. അത്ര തന്നെ, 100% ജയിക്കും. നല്ല ഭൂരിപക്ഷം ഉണ്ടാവും, ഗംഭീര വിജയിക്കും. ഇപ്പോൾ പല രീതിയിലുള്ള ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് എല്ലാവരും ചർച്ച നടക്കുന്നത്. ഈ ന്യൂനപക്ഷ വോട്ടുകളുടെ സ്ഥിതി എങ്ങനെയാണ് LDFിൻ്റെ വിലയിരുത്തൽ? എല്ലാ പക്ഷങ്ങളും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യും. നമ്മളിങ്ങനെ ആളുകൾ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ചില ആളുകൾ പറയും ന്യൂനപക്ഷത്തിനെതിരാണ്. ന്യൂനപക്ഷത്തിന് മാത്രമല്ല എതിരത്, അത് ഇന്ത്യയിലെ മതേതരത്വത്തിനെതിരാണ്. അപ്പോൾ ഭൂരിപക്ഷത്തിൽപ്പെട്ടവർ ന്യൂനപക്ഷത്തിൽപ്പെട്ടവരുമായിട്ടുള്ള മതേതര വിശ്വാസികൾ മുഴുവൻ അതിൽ പ്രതിഷേധമുണ്ട്. അപ്പോൾ ഞാനിതിനെ കാണുന്നത് ഏതെങ്കിലും ന്യൂനപക്ഷ സമുദായത്തിനെതിരായിട്ടുള്ളൊരു പ്രശ്നമായിട്ടല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനെതിരായിട്ടുള്ളൊരു വെല്ലുവിളിയായിട്ടാണ് നരേന്ദ്രമോദിയുടെ വിഷയത്തെ കാണുന്നത്. ആ രൂപത്തിലാണ് ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ സമീപിക്കേണ്ടത്. അത് ന്യൂനപക്ഷത്തിന് മാത്രമായിട്ടൊരു പ്രശ്നം എന്ന നിലയിലേക്ക് ചുരുക്കി കാണിക്കല്ല വേണ്ടത്, രാജ്യത്തിൻ്റെ പ്രശ്നം എന്ന നിലയിലേക്ക് നമ്മൾ കാണുമ്പോൾ വോട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെ തന്നെ കാണേണ്ട കാര്യമുള്ളൂ. നമ്മൾ ഈ കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് ജനങ്ങൾ പറയുമ്പോൾ അത് ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് കിട്ടാൻ വേണ്ടി എന്ന നിലയിലല്ല പറയേണ്ടത്. പറയുന്ന അങ്ങനെയല്ല, നമ്മൾ പറയുന്നത് ഇത് രാജ്യത്തിൻ്റെ പ്രശ്നമാണ്. ആ നിലയിൽ നമ്മുടെ തൃശ്ശൂർ മണ്ഡലത്തിലെ ഒരു മതേതര മനസ്സ് ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ്. ഈ UDF സ്ഥാനാർത്ഥി നിരന്തരമായി കഴിഞ്ഞ ദിവസങ്ങളിലേക്കും പറഞ്ഞാണ്, പക്ഷേ എല്ലാ ദിവസവും നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം BJP CPM ധാരയുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മാറ്റിയെന്താ റാലി? അത് നുണ പറയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മാറ്റി ശാരീരിക അസുഖം കൊണ്ടാണെന്ന് പറയുന്നത് തെറ്റാണ്. അവരുടെ നിലപാടില്ലായ്മ കൊണ്ട് മാറ്റിയതാണ്. തൃശ്ശൂരിലെ ചാവക്കാട് വന്നിട്ട് രാഹുൽ ഗാന്ധി പ്രസംഗിക്കുമ്പോൾ രണ്ട് കാര്യം വ്യക്തമാക്കേണ്ടി വരും. ഒന്ന്, പൗരത്വ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി ഒരു ക്ലാരിറ്റിയോടുകൂടി പ്രസംഗിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് മാറ്റാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം, വയനാട്ടിലെ രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്ന സ്ഥലത്ത് ലീഗിൻ്റെ കൊടി വയ്ക്കാൻ പറ്റില്ല. ഇവിടെ അതുപോലെ ലീഗിൻ്റെ കൊടി വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ UDF അതോടുകൂടി അവസാനിക്കും. ഈ രണ്ട് കാരണങ്ങളാൽ ഇവിടെ പ്രസംഗം മാറ്റിവെച്ചതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം. അപ്പോൾ പൗരത്വ നിയമ ഭേദഗതി പ്രശ്നത്തിലും മുത്തലാഖ് വിഷയത്തിലും ബാബറി മസ്ജിദ് വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ന്യൂനപക്ഷ അല്ലെങ്കിൽ ഇവിടുത്തെ മതേതര വിരുദ്ധമായ നിലപാടുകളെ മറച്ചു വയ്ക്കാൻ വേണ്ടി, അതിലൂടെ അവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണ് ചോർന്നു പോകുന്നതിനെ മറികടക്കാൻ വേണ്ടി അവർ പറയുന്ന കള്ളപ്രചരണമാണിത്. ഈ പറയുന്ന ഇതിന് രാഷ്ട്രീയമായ ലോജിക്ക് വേണ്ടേ? എങ്ങനെയാണ് ഇവിടുത്തെ CPMൻ്റെയും CPI അണികൾ പിന്നെ BJPക്ക് വോട്ട് ചെയ്യുന്നതാണ് പറയുന്നത്? ഏത് കാലത്ത് നടക്കുന്ന കാര്യങ്ങളാണിത്? ഞങ്ങളൊക്കെ കഴുത്ത് പോയാലും ഫാസ്റ്റിനെതിരായി നിൽക്കുന്ന ആളുകളാണ്, CPMനകത്തുള്ള ആൾക്കാർ, CPIക്കകത്തുള്ള ആൾക്കാർ. അപ്പോൾ അതിനെ അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ വെറുതെ അപഹസിക്കാൻ വേണ്ടിയിട്ടുള്ള അവനവൻ്റെ ഒരു പരാജയഭീതി കൊണ്ട് നടത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പറയേണ്ടത്, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ചാവക്കാട് വന്നില്ല? ചാവക്കാട് ഇവർ ഏത് ദേശീയ നേതാക്കന്മാരാണ് ഇവിടെ വന്നത്? ഇത്രയും അവർ പറയുന്നത് BJPക്ക് എതിരാണ് ഞങ്ങളുടെ ഫൈറ്റ്, ഞങ്ങൾ നേർക്ക് നേർ ഇവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള പറയുന്നത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ പാർട്ടി ഉൾപ്പെടെയുള്ള ആളിലൂടെ വരണ്ടേ? എന്തുകൊണ്ടാണ് ദേശീയ നേതാക്കന്മാർ ഒരാൾ പോലും ഈ മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കാതിരുന്നുകൊണ്ടാണ്? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ദേശീയ തലത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധമായിട്ടുള്ള പൗരത്വ നിയമ ഭേദഗതിയെ പിന്തുണയ്ക്കുന്ന നിലപാട് അവർക്കിവിടെ ആവർത്തിക്കാൻ കഴിയില്ല. അപ്പോൾ ആരും വരാതിരുന്ന പോരെ. അത് ആരും വരുത്താതിരുന്ന സത്യം പറഞ്ഞാൽ ഈ കള്ളം വിളിച്ചെത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇവിടുത്തെ സംസ്ഥാന നേതാക്കന്മാരൊക്കെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ആളുകൾക്കത് മനസ്സിലായി. അതിനെ മറികടക്കാൻ വേണ്ടി പറയുന്ന ചില കള്ളപ്രചരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ തവണ പ്രത്യേക കാരണങ്ങളെ കൊണ്ട് നഷ്ടപ്പെട്ട സീറ്റ് ഇത്തവണ തിരിച്ചു പിടിക്കും. തവണ ഞങ്ങളത് പിടിക്കും, എന്തായാലും പിടിക്കും. 4-ാം തീയതി കാണാം നമുക്ക്. സമ്പൂർണ്ണമായ ആത്മവിശ്വാസം, പരാജയമില്ല, വിജയിച്ച് ഈ സീറ്റ് തിരിച്ചു പിടിക്കുമെന്നത്. റിപ്പോർട്ടർ ജയ്സൺ, തൃശ്ശൂർ.